എ മുതൽ ഇസഡ് വരെ അങ്ങനെ വ്യത്യസ്തങ്ങളാർന്ന അക്ഷരമാലയിലെ അക്ഷരങ്ങൾ അനുസരിച്ചായിരുന്നു കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് എന്നായിരുന്നു ഒരു സമയങ്ങളിൽ പാർട്ടിക്കെതിരെ ഉണ്ടായിരുന്ന ഒരു ആരോപണവും ആക്ഷേപവും എല്ലാം. പാർട്ടി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിൽ, DCC അധ്യക്ഷനെ തീരുമാനിക്കുന്നതിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പ്രാദേശിക തലത്തിലുള്ള സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിലടക്കം കാര്യങ്ങളിൽ ഗ്രൂപ്പ് ഒരു പ്രധാന ഘടകമായിരുന്നു എന്ന വാദം ശക്തമായ രീതിയിൽ കോൺഗ്രസിലുണ്ടായിരുന്നു. കാരണം ദേശീയ അധ്യക്ഷൻ മുതൽ താഴെ തട്ടിലുള്ള വാർഡ് പ്രസിഡന്റ് വരെ ആരാണ് എന്ന് തീരുമാനിക്കുന്നതിൽ ജാതി, മതം, വർഗം എന്നതിനേക്കാൾ മുകളിൽ അവരുടെ ഗ്രൂപ്പ് ഒരു പ്രധാന ഘടകം തന്നെയായിരുന്നു. എ ഗ്രൂപ്പിന് നേതൃത്വം നൽകുന്ന ഒരു നേതാവ്, ഐ ഗ്രൂപ്പിന് നേതൃത്വം നൽകുന്ന മറ്റൊരു നേതാവ്, അതുകൂടാതെ മറ്റ് ചില ചെറുകിട ഗ്രൂപ്പുകളും. ഇപ്പോൾ കോൺഗ്രസിൽ ഗ്രൂപ്പില്ല എന്നുള്ളതാണ് പുതിയ ഒരു വാർത്ത. അതിന് പ്രധാന കാരണം ഗ്രൂപ്പ് വക്താക്കന്മാരുടെ രീതിയും ശൈലിയും ഒക്കെ മാറി മറ്റു ചില പ്രധാന നേതാക്കന്മാർ ആ അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തിയതോടുകൂടി, അതായത് പാർട്ടിയെ നിയന്ത്രിക്കുന്ന അധികാര കേന്ദ്രങ്ങളിലേക്ക് മറ്റു ചില പുതിയ നേതാക്കന്മാർ എത്തിയതോടുകൂടി ഗ്രൂപ്പില്ല എന്ന ഒരു വാദമുയർത്തുന്ന ഒരു വിഭാഗം. എന്നാൽ അതല്ല, എയും ഐയും ഒക്കെ മാറി വ്യക്തിഗതമാർന്ന പുതിയ ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വാദമുയർത്തുന്നവരുമുണ്ട്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ ഗ്രൂപ്പ് എന്ന ഒരു വിഭാഗമുണ്ട് എന്നും, VD സതീഷിൻ്റെ ഗ്രൂപ്പ് ഉണ്ട് എന്നും, K സുധാകരൻ്റെ ഗ്രൂപ്പ് ഉണ്ട് എന്നും, K മുരളീധരൻ്റെ ഗ്രൂപ്പ് ഉണ്ട് എന്നും, അങ്ങനെ എയും ഐയും ഒക്കെ മാറി ഇപ്പോൾ വ്യക്തിഗതമാർന്ന ഗ്രൂപ്പുകൾ കോൺഗ്രസിലുണ്ട് എന്ന വാദം ഉയർത്തുമ്പോൾ പോലും തൻ്റെ പേരിൽ ഒരു ഗ്രൂപ്പും കേരള രാഷ്ട്രീയത്തിൽ വേണ്ട എന്ന ശക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് KC വേണുഗോപാൽ. എന്നാൽ ആരാണ് കാലങ്ങളായി കോൺഗ്രസിലുണ്ടായിരുന്ന, കേരളത്തിൽ കോൺഗ്രസ് ശക്തി പ്രാപിക്കുന്ന കാലം മുതൽ ഇന്നുവരെ കേരളത്തിലെ കോൺഗ്രസിൽ ശക്തമായിട്ടുണ്ടായിരുന്ന ഗ്രൂപ്പിനെ തുടച്ചു നീക്കുന്നത് അല്ലെങ്കിൽ തുടച്ചു നീക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിനും വ്യക്തമായ മറുപടി പ്രതിപക്ഷ നേതാവ് VD സതീഷിൻ്റെ പക്കലുണ്ട്. സംസ്ഥാനത്തെ കോൺഗ്രസിൽ ഇപ്പോഴും ഗ്രൂപ്പ് ഉണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സമ്മതിക്കുന്നുണ്ട്. പാർട്ടിയിൽ ഒരു പ്രത്യേക ഗ്രൂപ്പ് ഉണ്ടാക്കാത്ത ഏക പ്രതിപക്ഷ നേതാവാണ് താനെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഡൽഹിയിൽ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ പോഡ്കാസ്റ്റിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. കഴിഞ്ഞ 60 വർഷക്കാലത്തിനിടെ ഗ്രൂപ്പ് പ്രവർത്തനം ഏറ്റവും കുറഞ്ഞ സമയമായാണ് ഇക്കഴിഞ്ഞ 3.5 വർഷക്കാലത്തെ VD സതീശൻ കണക്കാക്കുന്നത്. ഏത് ഗ്രൂപ്പിലാണ് തങ്ങളെന്ന് പാർട്ടിയിലെ പലർക്കും അറിയാത്ത അവസ്ഥയുണ്ട്. ആ അവസ്ഥ പാർട്ടിയുടെ പുതിയ തലമാണെന്നും അദ്ദേഹം ബോധ്യപ്പെടുത്തുന്നു. ഗ്രൂപ്പ് താഴേക്ക് പോയി, ഇപ്പോൾ പാർട്ടിയേക്കാൾ വലുതല്ല ഒരു ഗ്രൂപ്പുമെന്നും അദ്ദേഹം പറഞ്ഞു വ്യക്തമാക്കുന്നു. മുമ്പ് ഗ്രൂപ്പുകൾ തമ്മിൽ പലതും വീതം വെക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. സീറ്റുകൾ, സ്ഥാനങ്ങൾ, സ്ഥാനമാനങ്ങൾ എല്ലാം. കഴിവുള്ള ഒരാൾക്ക് പാർട്ടിയിൽ വളരാൻ ഇത് തടസ്സമായിരുന്നു. ഒരുപാട് തിക്താനുഭവങ്ങൾ ഇതുകൊണ്ട് ചെറുപ്പത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നും VD സതീശൻ തുറന്നു പറയുന്നു. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തോൽക്കാൻ കാര്യം ഗ്രൂപ്പുകളുടെ അതിപ്രസരം കൊണ്ടാണ് എന്ന ഒരു പുതിയ കണ്ടെത്തലും അദ്ദേഹം വ്യക്തമാക്കുന്നു. പാർട്ടിയിലെ പരിണിതപ്രജ്ഞരായ എല്ലാ നേതാക്കൾക്കും ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. PT ചാക്കോ മുതലുള്ള പ്രതിപക്ഷ നേതാക്കൾക്കും ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തെത്തിയ താൻ ഒരു ഗ്രൂപ്പും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് VD സതീശൻ പറഞ്ഞു വെക്കുന്നത്. കഴിഞ്ഞ നേതൃമാറ്റത്തിൽ KPCC അധ്യക്ഷനായി K സുധാകരനും പ്രതിപക്ഷ നേതാവായി VD സതീശനും എത്തി. എന്നാൽ അധികാരമേറ്റ ശേഷം തങ്ങൾ ഗ്രൂപ്പുകളെ തകർക്കാൻ നോക്കിയിട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ വാദം. എന്നാൽ പാർട്ടിയേക്കാൾ വലുതല്ല ഗ്രൂപ്പുകൾ എന്ന ബോധ്യം തങ്ങളാണ് ഉണ്ടാക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അതിനോടൊപ്പം പാർട്ടിയിൽ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവാദം ആരാണ് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. അതിനും തക്കതായ മറുപടി VD സതീശന്റെ പക്കൽ നിന്ന് കിട്ടുകയും ചെയ്തു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന തരത്തിൽ ഒരു തർക്കവും പാർട്ടിയിൽ ഇല്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. UDFനെ അധികാരത്തിൽ എത്തിക്കുകയാണ് എൻ്റെ ലക്ഷ്യം. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഞാൻ മുന്നോട്ട് വന്നാൽ എൻ്റെ ലക്ഷ്യം മാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം നിറവേറ്റാനാണ് പ്രവർത്തിക്കുന്നത്. പാർട്ടിയിൽ ഇതുവരെ ഇല്ലാത്തൊരു സംസ്കാരം വളർത്തിയെടുക്കാനാണ് തൻ്റെ ശ്രമം. രാഷ്ട്രീയ പാർട്ടികൾക്ക് മുൻപോട്ട് പോകുവാനുള്ള ഇന്ധനമാണ് അധികാരത്തിൽ വരിക എന്നുള്ളതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതായത് കോൺഗ്രസ് പാർട്ടിക്ക് ഇനി മുൻപോട്ട് പോകണമെങ്കിൽ യഥാർത്ഥ ഇന്ധനമായ അധികാരം ലഭിക്കണമെന്ന് സാരം. 10 വർഷം പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഇന്ധനത്തിൽ വലിയ വിള്ളൽ വന്നിട്ടുണ്ട് എന്നും ആ ഇന്ധനം തിരിച്ചുപിടിക്കേണ്ട ആവശ്യകത ഉണ്ട് എന്നും ബോധ്യപ്പെടുത്തുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് തൻ്റെ വരികളിലൂടെ. നിലവിലെ കേന്ദ്ര സർക്കാരിനും അതിരുകടന്ന ദേശീയവാദത്തിനുമെതിരെ പ്രതിപക്ഷം നടത്തുന്ന ചെറുത്തുനിൽപ്പ് ചെറുതല്ലെന്നും അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിന് ഇന്നും പ്രസക്തിയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. അതായത് കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോഴും അടിത്തറയുണ്ട്,
സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന കരുത്ത് ഇപ്പോഴും കോൺഗ്രസിനുണ്ട്. എന്നാൽ ഗ്രൂപ്പ് തർക്കങ്ങളുടെയും പടലപ്പിണക്കങ്ങളുടെയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് വേണ്ടിയിട്ടുള്ള കടിപിടിയുടെയും പുറത്ത് കോൺഗ്രസിന്റെ മുഖച്ഛായയ്ക്ക് മങ്ങൽ വന്നിട്ടുണ്ട് എന്ന വാദം പലയിടത്തും തെളിഞ്ഞു ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ ഗ്രൂപ്പുകൾ ഇപ്പോൾ കോൺഗ്രസിലില്ല എന്നും ഗ്രൂപ്പിനേക്കാൾ വലുതാണ് പാർട്ടി എന്ന ബോധ്യം ജനങ്ങൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും ഉണ്ടാക്കിയെടുക്കുവാൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് താൻ എത്തിയതോടുകൂടി തനിക്കും തന്റെ പാർട്ടി നേതൃത്വത്തിനും സാധിച്ചിട്ടുണ്ട് എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വാദം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3ാം തവണയും പ്രതിപക്ഷത്തിരിക്കുവാൻ കഴിയാത്ത കോൺഗ്രസിനെ സംബന്ധിച്ച് ഗ്രൂപ്പുകളെക്കാൾ മുകളിൽ, നേതാക്കന്മാരെക്കാൾ മുകളിൽ പാർട്ടിയെ ജനങ്ങൾക്കിടയിൽ വളർത്തിക്കൊണ്ടുവരേണ്ട ആവശ്യകതയുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ BJP വളരുന്നതിലെ പ്രധാന ഘടകങ്ങളിൽ ഒന്ന് കോൺഗ്രസ് ആണ്. കാരണം ഭരണവിരുദ്ധ വികാരം കാര്യമായി ഇരടിക്കുന്ന കേരളത്തിൽ ഇടതുപക്ഷത്തിനല്ലാതെ മറ്റാർക്ക് വോട്ട് ചെയ്യണമെന്ന ജനങ്ങളുടെ ഹൃദയത്തിൽ ഉയരുന്ന ചോദ്യത്തിന് കോൺഗ്രസിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടു പോയി എന്ന മറുപടിക്ക് ഉത്തരമായിട്ടാണ് BJPയിലേക്ക് ആളുകൾ വോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് കോൺഗ്രസിന്റെ ആ പ്രൗഢഗംഭീരമാർന്ന കാലത്തിലേക്ക് കോൺഗ്രസിന് പോകേണ്ടതായിട്ടുണ്ട്. ഗ്രൂപ്പുകളുടെ അതിപ്രസരത്തിനപ്പുറത്ത് നിന്നുകൊണ്ട് പാർട്ടിയെ പുതിയ തരത്തിലേക്ക് നയിക്കേണ്ടതായിട്ടുണ്ട്. രാഷ്ട്രീയ രീതിയും സ്വഭാവവും മാറ്റേണ്ട സമയം എത്തിക്കഴിഞ്ഞു. കാലം മാറി. കോൺഗ്രസിന്റെ കോലവും സ്വഭാവവും രീതിയും ഒക്കെ മാറേണ്ടതായിട്ടുണ്ട്. ഗ്രൂപ്പ് അതിപ്രസരത്തിൽ കോൺഗ്രസിന്റെ പ്രഭ നശിച്ചു പോകുവാൻ കാരണമായാൽ അത് തിരിച്ചടിയാകുന്നത് പ്രവർത്തകർക്കും അണികൾക്കും നേതാക്കന്മാർക്കുമാണ് എന്ന ബോധ്യം കോൺഗ്രസ്സുകാർക്കുണ്ടാകണം. എന്തായാലും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ചില തുറന്നു പറച്ചിലുകൾ, ആ തുറന്നു പറച്ചിലുകൾ പുതിയ അധ്യായങ്ങൾ തുറക്കട്ടെ, പുതിയ വാതായനങ്ങൾ തുറക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച ഇത് പുതിയ കാലഘട്ടത്തിലൂടെ കടന്നു പോകേണ്ട അത്യാവശ്യമായ സമയം കൂടിയാണ്.